സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ അത്യാവശ്യമായി 7,500 കോടി രൂപ വേണം. ഈ 2 മാസം മെയ് ജൂൺ മാസങ്ങൾ സർക്കാരിന് വൻ ചെലവുള്ള മാസങ്ങളാണ്. സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ കടമെടുക്കാതെ വേറെ രക്ഷയില്ല. അതായത് മെയ് ജൂൺ മാസങ്ങളിൽ സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് 20,000-ലേറെ ജീവനക്കാരാണ്. മെയ് 31-ന് മാത്രം 16,600-ഓളം പേരാണ് വിരമിച്ചത്. ഇവർക്കെല്ലാം വിരമിക്കൽ ആനുകൂല്യം നൽകണം. ഇതിനായി സർക്കാർ കണ്ടെത്തേണ്ടത് 7,500 കോടി രൂപയാണ്. ഇതിനു പുറമെ ക്ഷേമ പെൻഷൻ വിതരണം, വികസന പദ്ധതികൾക്കുള്ള വിഹിതം എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് പണം വേണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേരള സർക്കാർ വീണ്ടും കടമെടുക്കാൻ പോകുന്നത്. 2,000 കോടി രൂപയാണ് ഇപ്പോൾ കടമെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ജൂൺ 4-ന് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ പോർട്ടൽ വഴി കടപ്പത്രങ്ങൾ ഇറക്കും. 31 വർഷത്തെ കാലാവധിയുള്ള കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ കേരളം കടമെടുക്കുന്നതിന് എതിർത്ത കേന്ദ്ര സർക്കാർ ഇത്തവണ എന്തെങ്കിലും മുടക്കുമായി വരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കേരളത്തിന് 21,253 കോടി രൂപ കടമെടുക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് ഈ സാമ്പത്തിക വർഷത്തെ, അതായത് 2024-25 സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് പരിധിയാണോ അതോ 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള പരിധി മാത്രമാണോ എന്നത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നില്ല. ഈ സാമ്പത്തിക വർഷം ആകെ 37,512 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്നായിരുന്നു കേന്ദ്രം ആദ്യം വ്യക്തമാക്കിയിരുന്നത്. ഇതിൽ നിന്ന് വെട്ടിക്കുറയ്ക്കലുകൾ നടത്തിയ ശേഷമുള്ള തുകയാണോ 21,253 കോടി രൂപ എന്നതും വ്യക്തമല്ല. കേരളത്തിന് ഈ വർഷം കേന്ദ്രം അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ 6,500 കോടി രൂപ കേരളം ഇതിനകം എടുത്തു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ മെയ് 28-ന് 3,500 കോടി രൂപ കടമെടുത്തിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ ജൂൺ 4-ന് വീണ്ടും 2,000 കോടി രൂപ കൂടി കടമെടുക്കുന്നത്. അതേസമയം കേരളം മാത്രമാണ് ഇങ്ങനെ കടമെടുക്കുന്നത് എന്ന് കരുതണ്ട. മറ്റു പല സംസ്ഥാനങ്ങളും കേരളത്തെക്കാൾ വൻ തുകയാണ് കടമെടുക്കുന്നത്. ജൂൺ 4-ന് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾ ചേർന്ന് 19,500 കോടി രൂപയാണ് കടം വാങ്ങുന്നത്. ആന്ധ്രാപ്രദേശാണ് ഏറ്റവും അധികം തുക കടമെടുക്കുന്നത്. 4,000 കോടി രൂപ ആന്ധ്രാപ്രദേശും, തമിഴ്നാട് 3,000 കോടി രൂപയും, പഞ്ചാബ് 2,500 കോടിയും, കേരളം, തെലുങ്കാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾ 2,000 കോടി രൂപ വീതവുമാണ് കടമെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, ഹരിയാന 1,500 കോടി, ഹിമാചൽ പ്രദേശ് 1,200 കോടി എന്നിങ്ങനെ കടം ആവശ്യപ്പെട്ടതിന്റെ കണക്കുകൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീർ 800 കോടിയും, നാഗാലാൻഡ് 300 കോടി, മേഘാലയ 200 കോടിയും കടമെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.